ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പം എന്നിട്ട് സുഖമായിട്ട് പോയിട്ടുള്ളത്. കുറേ ദിവസം പനി വന്നിട്ട് ഫുള്ള് സൈഡേനു കേട്ടോ. ഒരു 2 ആഴ്ചത്തോളം ഫുള്ള് കിടപ്പില്ലേനു. അതാണ് എൻ്റെ അഡ്രസ്സേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. വ്ളോഗ് നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. ഫസ്ന നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്ന അനിയത്തിയാണ്. അപ്പോൾ ഓള് റിയാദിലാണ് കേട്ടോ, ഞാൻ ദമാമിൽ. അപ്പോൾ ഓള് വന്നിട്ടൊരു 2 വീക്സോളായി. അപ്പോൾ വന്നിട്ടൊരു 3 ദിവസം കഴിഞ്ഞേരം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾ എന്നെ കാത്തു നിന്നിട്ട് കുറേ വെയിറ്റ് ചെയ്തിന് നാട്ടിൽ. ഞാൻ കഴിഞ്ഞ മാസം ജൂൺ 15 അങ്ങനെ പോകുന്നതിന് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാണ്ട് കാത്തു നിന്ന്. പിന്നെ എനിക്ക് പനി വന്ന് ഷെയാൻ്റെ കൈ മുറിഞ്ഞ് അങ്ങനെയുള്ള ആയിട്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ടായില്ല. ഓളിനി അന്നെയും കാത്തു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരുത്തുണ്ടാവില്ല, വിസ ക്യാൻസലായി പോലെ. അങ്ങനെ ഓള് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒന്ന് ചെക്കനെയെല്ലാം കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ഓളടുത്തേക്ക് പോയിട്ടുണ്ട്. 2 ദിവസം നിന്നിട്ട് വരാമെന്നുള്ളൊരു ഇതിൽ നമ്മളും നാട്ടിൽ പോകാനായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീക്ക് അങ്ങനെ നാട്ടിലേക്ക് പോക്കാന്ന്. ഈ വീഡിയോ എപ്പോൾ ഇടാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയല്ലാന്ന്. പിന്നെ എന്താ വീഡിയോ ഇടാതെ എന്നെല്ലാം കുറേ കമൻസ് മെസ്സേജെല്ലാം ഇങ്ങനെ വരുത്തുന്നുണ്ട്. ഞാൻ പണ്ടത്തെ പോലെ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇനി വീഡിയോ ഇടുമോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ഉറപ്പില്ല. കാരണം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ എനിക്ക് തീരെ ഒരു മൂഡ് ഉണ്ടാവലില്ല. ഇതിപ്പോൾ തന്നെ ഞാൻ പോകുന്ന വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇവിടെ എത്തിയാൽ എപ്പെങ്കിലും ഏതെങ്കിലും ഒരു വ്ളോഗിലെല്ലാം ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് മാത്രം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നിട്ട് അന്ന് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച വന്ന് ഉച്ചയ്ക്ക് ഫുഡെല്ലാം ഉണ്ടാക്കിനേനു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നെയ്ച്ചോറും നല്ല ആഗോലിക്കറിയും ബീഫ് ഫ്രൈ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടേനു. അപ്പം ഫുഡെല്ലാം കഴിച്ച് പിന്നെ അവിടുന്ന് ഇങ്ങനെ കുറേ സംസാരിച്ച് വെറുപ്പിച്ച് ഇതെല്ലാം ആയി. വൈകുന്നേരം ഒരു മഗ്‌രിബെല്ലാം നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഷോപ്പിങ്ങിന് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മളൊന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ റിയാദിൽ നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇത്, ഷവർമ ഹൗസ്. നമ്മളെ ദമാമിലില്ല. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, നല്ല തിരക്കുമാണ്, നല്ലൊരു ആംബിയൻസും നല്ലൊരു വൈബ് കൂടിയാണ് കേട്ടോ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ വേറൊരു അനിയത്തിൻ്റെ മോള് കൂടിയുണ്ട്, അതായത് എൻ്റെ കസിന്. ഓളും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ച് ദമാമിലേക്ക് വന്നേരം ഉമ്മാൻ്റെ വേറൊരു അനിയത്തിൻ്റെ മോളും കൂടി വന്നിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് 2 കസിൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വേറൊരാൾ ദുബായിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പം നാട്ടിൽ പോയാൽ ആരും ഉണ്ടാവില്ല, 2-3 ആൾക്കാരായിട്ട് ഉണ്ടാവും. എല്ലാം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 3 ആൾക്കാർ റിയാദിൽ, ഫസ്നിയും പിന്നെ 2 കസിൻസും റിയാദിൽ, പിന്നെ ബാക്കിയെല്ലാം വേറെ നാട്ടിലാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം സമയം എത്ര മണിയായിന്നറിയാമോ? ഏകദേശം ഒരു 1:30-2:30 മണിയായിട്ടുണ്ട്. കുട്ടികളൊന്നും ഒരു പശ ഉറങ്ങിയിട്ടില്ല. നോക്കിയേ, കളിക്കുന്ന കളി നോക്കിയേ, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞതാ പിറ്റേന്നായിട്ടുണ്ട്. ഇന്ന് പോകാമെന്നേനു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അവരെല്ലാം പറഞ്ഞ് ഒരു ദിവസം കൂടി നിന്നിട്ട് പോവാം, ഒറ്റ ദിവസം നിന്ന് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നും കൂടി അങ്ങ് നിന്നിട്ട് പോവാം, നാളെ പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒന്ന് ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റൂമിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമാണ്. ചൂടുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട്. ചൂട് കാറ്റാണെങ്കിലും കുഴപ്പമില്ല, നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ലൊരു എന്താ പറയുക, നാട്ടിലത്തെ ഒരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസ് ഇൻസ്റ്റയിൽ റീലിടൽ, ഷോർട്സ് ഇടൽ, എന്താ പറയുക സ്റ്റോറി ഇടൽ, വാട്സപ്പിൽ ഇതിടൽ, അങ്ങനെയെല്ലാം ആയിട്ട് എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോക്കാന്ന്. നാട്ടിൽ പോകാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 3-4 ദിവസത്തിനുള്ളിൽ പോകും. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു ഷോപ്പിംഗ് ചെയ്യാണ്ട് ഒരു രസമില്ലല്ലോ. അപ്പോൾ എനിക്കൊരു വാച്ച് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
ഞാനങ്ങനെ കുറേ കൂടുതൽ വാച്ച് അങ്ങനെ വാങ്ങിക്കുന്ന ഒരാളല്ല. എനിക്കൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതന്നെ ഇടും ഞാൻ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെങ്കിൽ എനിക്ക് ഞാൻ ഇടുന്ന വാച്ച് ഇടാണ്ടിരിക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു ടെൻഷന്, അങ്ങനെയല്ലേനു കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു ഇതാണ്. എനിക്കിപ്പോൾ ബാഗ് ആയിക്കഴിഞ്ഞാലും ഷൂസ് ആയിക്കഴിഞ്ഞാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് മാത്രമേ ഇടും, മാറ്റി മാറ്റി ഇടുന്ന സ്വഭാവം എനിക്കില്ല. അപ്പോൾ ഇത് എനിക്കിഷ്ടമായി, പക്ഷെങ്കിൽ റേറ്റ് അത്ര പോരാ, നമ്മൾ വിചാരിച്ചത്ര പോരാ, അതുകൊണ്ട് പിന്നെ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതും ഒരു ഷവർമ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. നല്ല അടിപൊളി പ്ലേറ്റ് ഷവർമേന് ഒരു രക്ഷയില്ല കേട്ടോ. പൊളി എന്ന് പറയാൻ കിഡിലോസ്കി ഷവർമ പ്ലേറ്റ് ഷവർമ. അപ്പോൾ അതെല്ലാം കഴിച്ച് അന്ന് രാത്രിയും കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് ബോധം കെട്ട് ഉറങ്ങിപ്പോയി കേട്ടോ ഞാൻ. പനി വന്നിട്ട് ആ ഒരു മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബോധക്കേടാണ് കേട്ടോ ഉറക്കിന്. അപ്പോൾ ഇന്നലെയൊന്നും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ എണീറ്റത് 1 മണിക്കേനു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനിയത്തിക്ക് റോട്ടിയും നല്ല ബീഫ് കറിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് കറിയല്ല, ബീഫ് ചില്ലി. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒറോട്ടിയും നല്ല ആഗോലിക്കറിയും നല്ല ബീഫ് ഫ്രൈ എല്ലാം കൂട്ടി ഒറോട്ടിയെല്ലാം തിന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ദമാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ദമാമിലെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പം തീരെ കയ്യാണ്ടേനോട്ടാ പോയിട്ടുള്ളത്. പനി വന്നിട്ട് ആകെ കൂടി സൈഡായിട്ട് എന്തെല്ലോ പോലെയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മതി, എവിടെയെങ്കിലും പോയാൽ മതി, ഇവിടെ നിൽക്കണ്ടെന്നുള്ളൊരു മൈൻഡേനോട്ടാ. പനിയെല്ലാം വന്നു കഴിഞ്ഞാലല്ലോ, എനിക്കാണെങ്കിൽ ഇപ്രാവശ്യം വന്ന പനിയല്ലോ ഓർമ്മിക്കാൻ കൂടി പറ്റൂല. അമ്മാതിരി എഫക്റ്റിലാണ് കേട്ടോ പനി വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയാണെങ്കിൽ നല്ല ചൂടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നമ്പാട് AC ഇട്ട് വെച്ചതാണ് കേട്ടോ. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. പിന്നെ പനി വന്നിട്ട് ഞാൻ 5 or 6 ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ എൻ്റെ ഫുള്ളായിട്ട് മാറിയിട്ടുള്ളത്. 3 പ്രാവശ്യമായിട്ടും ബ്ലഡ് ടെസ്റ്റെല്ലാം ചെയ്തിട്ടുണ്ടായിന്. പക്ഷെ ഇതുവരെ എന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറയും, ടെസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല പറയും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും പനി വന്ന് മാറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് വന്നത് കുറച്ച് കടുപ്പത്തിലേനു. എനിക്ക് അങ്ങനെയാട്ടോ ഇപ്പോൾ പനി വരുന്നത്. പിന്നെ എനിക്കൊന്നിലും ആക്റ്റീവ് ആകാൻ പറ്റൂല, ഒരു കാര്യത്തിലും എനിക്ക് ഒരു ഇതും ഉണ്ടാവില്ല. ഇഷമോളെയും ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. 15 ദിവസം ബോധമില്ലാണ്ട് കിടക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ റിയാദിൽ പോയി വന്നേരം എൻ്റെ മൈൻഡെല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒന്ന് സെറ്റായിട്ടുണ്ട്. നാളെയോ എനിക്ക് ഒച്ചപ്പാടെല്ലാം കേട്ടതിന് ശേഷം നമ്മളെ മൈൻഡെല്ലാം ഒന്ന് റീസെറ്റ് ആവുമല്ലോ. പിന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി കേട്ടോ. പിന്നെ ഞാൻ റൂമെല്ലാം ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കി. അവിടെ നിന്ന് വന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ഫുള്ള് ക്ലീനിങ്ങും ഡീപ്പായിട്ട് ക്ലീൻ ആക്കലും ഇതല്ലേനു കേട്ടോ. പിന്നെ ഷോപ്പിങ്ങും, നാട്ടിൽ പോകാനും ആയില്ലേ. ഒരാഴ്ച മുന്നെയാണ് നമ്മൾ റിയാദിൽ പോയിട്ടുള്ളത്. അപ്പോൾ നാട്ടിൽ പോകാനുമായി ഒന്നും സാധനമൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ഫുള്ള് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുള്ള് ബിസിയാണ് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഒരു സുഖമാണ്. ആ ഒരു മെമ്മറീസ് എല്ലാം നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും. ഞാനിടയ്ക്ക് എൻ്റെ വീഡിയോസ് തന്നെ ഞാൻ എടുത്ത് നോക്കും കേട്ടോ. 2022 വീഡിയോസെല്ലാം ഞാൻ എടുത്ത് ഇങ്ങനെ കാണും. അന്നേരം നല്ല രസമാണ്. ഇതിപ്പോൾ നമ്മൾ ലുലുവിൽ വന്നിട്ടുണ്ട്. കുറച്ച് നട്ട്സ്, ചോക്ലേറ്റ്സ് അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്രാവശ്യം പ്രത്യേകിച്ച് കൊണ്ടുപോകാനൊന്നുമില്ല. കാരണം എൻ്റെ അബായൻ്റെ ഓർഡേഴ്സ് തന്നെ ഉണ്ട് മൊത്തം കൊണ്ടുപോകാൻ. കുറേ ഞാൻ കാർഗോ വിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുപോകാന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇഷമോളെ പാദസരം ഒന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ കമ്മലിൻ്റെ ബാക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാനുണ്ട്. പക്ഷെ അത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ആയിട്ട് ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിന്.
അങ്ങനെ വന്ന് പിറ്റേന്ന് ഞാൻ നമ്മൾ നാട്ടിൽ പോകുന്നതിനും ഒരു ദിവസം മുന്നേ ആണ് കേട്ടോ ഇത് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ മൈലാഞ്ചിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫസ്നാൻ്റെ അടുത്ത് നിന്ന് റൂമിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഓളെ ചങ്ങായിൻ്റെ ഏതോ ഒരു പേജിൽ നിന്ന് ഓള് വാങ്ങിച്ചത് അങ്ങാറ്റാണ്. അപ്പോൾ ഞാൻ എനിക്കെന്തിനാ 3 എന്ന് പറഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് ആക്കാനൊന്നും കഴിയില്ല. ഞാൻ ആക്കിയതാണെങ്കിൽ ഇവിടെ ചൂടുകൊണ്ട് ഫുൾ പറ്റിപ്പിടിച്ചു പോയിട്ട് ആക്കി വെച്ചിട്ടുണ്ടായിന്. പക്ഷെ അത് ഇതായിപ്പോയിനേനു കേട്ടോ, ബെടുക്കായിപ്പോയിനേനു. അപ്പോൾ ഓളടുത്ത് നിന്ന് ഞാൻ മൈലാഞ്ചി എടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഇട്ടേരാ കേട്ടോ, നല്ല ചുവപ്പ് കിട്ടിയിട്ടുള്ളത്. പിന്നെ തന്നെ വീണ്ടും എൻ്റെ ക്ലെൻസർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. മുന്നേ എനിക്ക് ഡോക്ടർ എഴുതി തന്നത് എനിക്കൊരു പശ സെറ്റാകുന്നില്ല, മുഖക്കുരു നല്ലോണം വരുന്നത്. ലാസ്റ്റ് ഞാൻ അഷ്റഫ് ഡോക്ടർ, നമ്മളെ നാട്ടിലത്തെ ഡോക്ടറെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു ക്ലെൻസർ. സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ എൻ്റേത്. അതായത് ഒരാൾ മുഖത്ത് തൊട്ട് കഴിഞ്ഞാൽ റെഡ് മാർക്സ് വരും, അങ്ങനെയാണ്. നുള്ളിക്കഴിഞ്ഞാൽ നമ്മൾ ചോന്ന് വരൂലേ, അതേപോലെ ഏതെങ്കിലും ഏതെങ്കിലും പിന്നെ ഇത് നമുക്ക് പറ്റാത്തത്, സ്കിന്നിന് പറ്റാത്തത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്ന് റെഡിഷ് കളറാവും. അങ്ങനത്തെ ഒരു സ്കിൻ ടൈപ്പാണ് കേട്ടോ എൻ്റെത്. ഞാനിപ്പാണ് അത് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇപ്പാണ് എനിക്ക് ഡോക്ടർ അത് ക്ലിയർ ആക്കി തന്നിട്ടുള്ളത് എൻ്റെ സെൻസിറ്റീവ് ആണെന്നുള്ളത്. ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പിമ്പിൾസെല്ലാം ഇങ്ങനെ പോയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ബ്ലാക്ക് മാർക്സ് പോവുമായിരിക്കും, പോകണമല്ലോ, പോയല്ലേ പറ്റൂ. അപ്പോൾ അത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ യൂസാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ റിവ്യൂ പറയാനൊന്നും ആയിട്ടില്ല. ഞാൻ എന്തായാലും റിവ്യൂ പറയാം ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ എൻ്റെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. 11 മണിക്കാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. ഇത് ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ്. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ 11 മണി നമുക്ക് ഏകദേശം ഉച്ചൻ്റെ ടൈമാണ്. ഇവിടെ നമുക്ക് രാവിലെ 11 മണിയാണ്. ഉറങ്ങുന്നത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ. 3:30-4 മണിക്കാണ് ഉറങ്ങുക. ഇവിടെ അങ്ങനെയാണ്. രാത്രി പുറത്ത് പോവുക ഒരു 8:30-9 മണിക്ക്. നമ്മൾ നാട്ടിൽ നിന്ന് ഉറങ്ങുന്ന ടൈമാണ് ഇവിടെ പുറത്ത് പോവുക. വരിക ഒരു 2 മണിക്ക്, അങ്ങനെയെല്ലാം കേട്ടോ. അപ്പോൾ 11 മണിക്ക് എണീച്ച് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഷമോക്കും ഷയാനും രാവിലെ മുട്ട പുഴുങ്ങിയത് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് ചായ ആക്കാൻ വേണ്ടിയിട്ട് അപ്പുറം വെച്ചിട്ടുണ്ട്. ഞാൻ രാത്രി AC ഇട്ടിട്ടാണ് കേട്ടോ കിടക്കൽ. കിച്ചണിൽ AC ഇടാണ്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ കിച്ചണിലേക്ക് കയറാൻ പറ്റൂല. അമ്മാതിരി ചൂടാണ്, വെറുത്ത് പോവും. അമ്മാതിരി എന്ന് പറയുമെങ്കിൽ അമ്മാതിരി ചൂടാണ് കേട്ടോ. കുമിർച്ചയാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട്. അപ്പോൾ AC ഇട്ട് വെച്ചുകൊണ്ട് തന്നെ ഗ്യാസ് ഓണാകുന്നില്ലേനു. അപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് വേഗം കത്തിച്ചതാണ്. ഇന്നിപ്പോൾ രാവിലെ കത്തലൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിലും കത്തലൊന്നും ഉണ്ടാക്കലില്ല. എപ്പോഴെങ്കിലും ഉപ്മാവ്, അങ്ങനെ ഒരു പൂതിയാകുമ്പോൾ ഉപ്മാവ്, അല്ലെങ്കിൽ രാത്രിക്കത്തെ എന്തെങ്കിലും കഴിക്കലെല്ലാം കേട്ടോ. ഇപ്പോൾ ജെറിൻ്റെ എല്ലാം പണി വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് എണീക്കാൻ നല്ല ലേറ്റ് ആവലുണ്ട്. ഉച്ചക്കത്തെ ചോറും രാവിലെ ചായയും കുടിച്ച് ചോറാണ് കേട്ടോ ഉണ്ടാക്കാം. കത്തലങ്ങനെ ആക്കലേ ഇല്ല, ഫുള്ളായിട്ട് സ്കിപ്പാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് എന്താ പറയുക, ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ചായക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഇഷമോളെല്ലാം എണീക്കുന്നതിന് മുന്നേ എല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മട്ടൻ ഉണ്ടേനു കേട്ടോ ഫ്രിഡ്ജിൽ. പെരുന്നാൾക്ക് ഇവർ അറുത്തതാണ്. താഴ്ന്ന് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അറുത്തതേനു. അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ ഓതുന്നുണ്ടായിന്. അപ്പം നാട്ടിലും പോകാനായല്ലോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ അത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എടുത്ത് കളയലുണ്ടാകുക. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുക. അതാകുമ്പോൾ രാത്രിക്കത്തേക്കും അതങ്ങ് ആവുമല്ലോ. രാത്രിക്കത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കുകയൊന്നും വേണ്ടല്ലോ. പോകുന്ന അന്ന് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. വയറിന് സുഖം കഞ്ഞിയാണല്ലോ. അപ്പോൾ ഞാനിതാ വേഗം തന്നെ ഉള്ളിയും ഇതെല്ലാം സെറ്റാക്കി എടുക്കലാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് റെസിപ്പി കാണിക്കുന്നുണ്ട്. സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ മട്ടൻ ദം ബിരിയാണിയാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റിയാദിൽ നിന്ന് വന്നേരെ ഞാൻ മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. റൂമെല്ലാം കിച്ചണ് മൊത്തം
മൊത്തത്തിലൊന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജ് മുതൽ എല്ലാ സംഭവവും ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിന് ഇത് നമ്മൾ ഇന്നലെ മിഞ്ഞാന്നാറ്റം ആക്കിയ ഉപ്പുമാവേനോട്ടാ, കുറച്ചധികമായി പോയി എൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ രാവിലെ ചൂടാക്കിയിട്ട് തിന്നാന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച സാധനം വീണ്ടും എടുത്ത് ചൂടാക്കിയിട്ട് തിന്നലെല്ലാം ഇതല്ലേ, അതങ്ങനെയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, ചാടാനൊരു മനസ്സുണ്ടാവില്ല. പക്ഷേങ്കിൽ ഒരു 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കളയുമ്പോൾ അത് ഒരു ഇത് കിട്ടും, എന്താണെന്നറിയില്ല. കളയാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്രാവശ്യം വന്നേരെ ഞാൻ ഫുഡ് അങ്ങനെ ഒന്നും വേസ്റ്റ് ആക്കിയില്ല, ആവശ്യത്തിന് മാത്രമേ ആക്കല്ലോ. നമുക്ക് എന്താ പറയുക, നമ്മളൊരു ടൈം, അതായത് ഒരു ഏജിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളയാനെല്ലാം ഭയങ്കര മടിയായിരിക്കും. പണ്ട് സത്യം പറയാമല്ലോ, പണ്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല, ഫുഡെല്ലാം നല്ലോണം വേസ്റ്റ് ആക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഞാൻ ഫുൾ മൊത്തത്തിലും മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ഉള്ളി കട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇഷമോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം പണി പകുതി സ്റ്റോപ്പായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇഷമോക്ക് ഞാൻ മുട്ടയും കൊടുത്ത് അവിടെ ഫോണും കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അല്ലാണ്ട് എൻ്റെ പണി നടക്കൂല. നമുക്ക് കുറേ പണിയുണ്ട്. ഫുള്ള് പാക്ക് ചെയ്യാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുറച്ച് പർദ്ദ പാക്കിംഗ് ഉണ്ട്, ലാസ്റ്റ് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ബിരിയാണിയിലേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് കേട്ടോ. മസാലപ്പൊടി വേറെ ഏതും ചേർക്കുന്നില്ല. മറ്റേ നമ്മൾ ചില്ലി ഫ്ലേക്സ് അല്ല, ഉണക്കമുളക് ഉണ്ടല്ലോ, ചുവന്ന മുളക്, അതും പിന്നെ അവാശി, ജീരകം, ഏലക്കായ്, കുരുമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഇതെല്ലാം കുറച്ച് എടുത്തിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് പൊടിപ്പിച്ച ഒരു മസാലയാണ് കേട്ടോ. വേറെ ഒറ്റൊരു മസാലപ്പൊടിയും ഞാൻ യൂസാക്കുന്നില്ല. പൊതുവേ ഞാൻ ഗരം മസാലപ്പൊടി മാത്രമാണ് യൂസാക്കൽ. പക്ഷേ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കൽ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് പൊടി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിപ്പിച്ചിട്ട് യൂസാക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക, രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. ഞാൻ അപ്പുറത്തെ പാത്രത്തിൽ നെയ്ച്ചോറും ഇപ്പുറത്തെ മസാലയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, ടൈം ലാപ്സ് ഓണാക്കിയിട്ട് ചടപടേന്ന് പറഞ്ഞിട്ട് നമ്മൾ പണി ഒരുക്കലാണ്. ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം വാട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുക്കറിൽ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. സിമ്പിളാണ് കേട്ടോ. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണം. പണിയെല്ലാം സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ പണിയുണ്ട്. പോകുന്നതുകൊണ്ട് തന്നെ ഫുള്ള് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അനക്കുണ്ടല്ലോ, നാട്ടിൽ പോകുന്നുണ്ടെങ്കിലും എവിടെ പോകുന്നുണ്ടെങ്കിലും പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കലും ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു 3 ദിവസം മുന്നേ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഉറക്ക് വരില്ല കേട്ടോ. ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല, കൂടെ ഉള്ളാൾക്ക് മനസ്സമാധാനം കൊടുക്കുകയും ചെയ്യില്ല. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു ടൈപ്പാണ്. ജെറിയലാണെങ്കിൽ ഇപ്പം നാളെയാണ് പോകുന്നുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് എല്ലാം വാരി വലിച്ച് ബാഗിലിട്ട് അങ്ങനെ എന്തെല്ലാം വാരി വലിച്ചിട്ടെല്ലാം എടുത്തിട്ട് പോകാൻ കേട്ടോ ചെയ്യുക. പകുതി ആടെ ഉണ്ടാവും, പകുതി ബാഗിലുണ്ടാവും, അങ്ങനെയല്ലാന്ന്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്കെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലോണം വാടി വന്നതിന് ശേഷം നമ്മൾ പൊടിപ്പിച്ച് വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, ആ മസാലപ്പൊടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ മട്ടൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ മട്ടന് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ അത്രയല്ല ആൾക്കാരുള്ളൂ. കുറച്ച് മട്ടന് കൂടി ബാക്കിയുണ്ട് കേട്ടോ. അത് ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പെരക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജെറി തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജെറി നമ്മളെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു 2 വീക്സ് 2 വീക്സിന് വരുന്നുണ്ട്. ഇഷമോളെ കൊണ്ടൊന്നും എനിക്കൊറ്റക്ക് യാത്ര ചെയ്യൽ നടക്കൂല, അമ്മാതിരി പടപ്പ് കളിയാണ് കേട്ടോ. അപ്പം ഞാൻ കൈയും കാലും പിടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. ഇപ്പം വന്നതല്ലേ, വരാൻ പറ്റൂല എന്നെല്ലാം കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 2 കൊണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നതാണ്. അങ്ങനെ നമ്മൾ മട്ടനും ചേർത്തതിന് ശേഷം നല്ല പതക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇനി
വേറെ പണിയൊന്നുമില്ല. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 15 വിസിൽ, നല്ല മൂപ്പുള്ള മട്ടണേനു. അപ്പോൾ ഒരു 15 വിസിൽ വരുന്നവരെ അവിടുന്ന് വേവിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നെയ്ച്ചോറിൻ്റെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 പാട്ടൊക്കെയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നെയ്ച്ചോറിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, അതൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി നെയ്ച്ചോറായിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി കാണാം. അങ്ങനെ നമ്മളെ നെയ്ച്ചോറും മസാലയും അവിടുന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പാത്രം അപ്പാടപ്പാടും കഴുകി വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാത്രം കഴുകിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മളെ പാത്രം കഴുകലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടേനു, അലക്കാൻ ഇടാനുണ്ടേനു. അതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളെ മസാലയും ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാൻ കേട്ടോ. ദം ചെയ്യലും പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ദം ചെയ്യുന്ന ഒരു രീതി പണ്ട് മുതലേ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കാണെങ്കിൽ അറിയുന്നുണ്ടാവും. ഞാൻ ആദ്യം തന്നെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മസാല അടിയിൽ പിടിച്ച് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ കുക്കർ തൊട്ടിട്ട് എൻ്റെ കൈ ഒരു വകയായിട്ടുണ്ട് കേട്ടോ പൊള്ളിയിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ പോയിട്ട് തൊട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി അപ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇതിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ആക്കി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും അതും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3 ലെയറായിട്ട് നമ്മൾ ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വെള്ളവും കൂടി ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കളറല്ല, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ദമ്മിങ് പ്രോസസ്സ് ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ ഇനി ദമ്മിൽ വെക്കുന്നതിന് മുന്നേ ഇവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ച് അടുപ്പെല്ലാം ഒന്ന് ഫുള്ള് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഫുള്ള് ബന്ധാക്കിയിട്ടുണ്ട്. ഒരൊറ്റ ആവി പോലും പുറത്ത് പോവാത്ത രീതിയിൽ ഫുള്ള് ദമ്മാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂറത്തേക്ക് നോക്കണ്ട. സമയം ഇപ്പം ഏകദേശം ഒരു 1.5 മണിയായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു 2-2.15 വരെ ദമ്മിൽ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ നിൽക്കട്ടെ. അടിയിൽ വേറൊരു ഫ്രൈ പാന് കൂടി യൂസ് ചെയ്യാത്തത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എന്തെങ്കിലും പറയാൻ വിചാരിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഇഷമോക്ക് ഞാൻ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സാധാരണ രാവിലെ എണീച്ചമ്പാടും കുളിച്ച് കൊടുക്കലുണ്ട്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നുകൊണ്ട് കുളിപ്പിക്കൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കുളിപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയാണ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. മീശക്കാരൻ മാധവന്റെ ദോശ തിന്നാൻ ആശ. മീശക്കാരൻ മാധവൻ അപ്പോഴത്തേക്ക് ഒരാൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബിരിയാണി അടുപ്പത്തുണ്ട്. എനിക്കിപ്പം വേണ്ട, നിങ്ങൾ തിന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോളൂ, ഇപ്പല്ലേ ചായ കുടിച്ചിന്, എനിക്കിപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയിട്ടുണ്ട്. ഇനി അല്ലാക്കറിയാം എത്ര മണിക്കാണ് വരിക എന്നുള്ളത്. ഇപ്പം വരെയെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഒരു
ഉച്ചക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഒരു 8 മണി അങ്ങനെ വരും കേട്ടോ. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, കുറേ പറഞ്ഞു നോക്കി തിന്നിട്ട് പോവാം കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മതി എന്തെങ്കിലും ആക്കട്ടെ. അപ്പോൾ ചായയും കുടിച്ചിട്ട് പോയിട്ടുണ്ട്. മൂസക്കായി എണീക്കാൻ നല്ല ലേറ്റാവും കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം പണിയായതുകൊണ്ട്. അപ്പോൾ ഞാനിതാ അടുപ്പത്ത് ദമ്മും വെച്ചിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച് ഇന്നലെ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളെല്ലാം ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ കടലാസും കാര്യമെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ തന്നെ നിലത്തിടും. ഞാനും മക്കളും അങ്ങനെ തന്നെയാണ് കേട്ടോ, പിറ്റേന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ട്. നെക്സ്റ്റ് പണി എന്ന് പറയുകയാണെങ്കിൽ കിച്ചൺ ഒന്ന് തേച്ച് കഴുകലാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് തേച്ച് കഴുകിയിട്ട് വെള്ളം പാർന്ന് ബലിക്കാമെന്ന് വിചാരിച്ച് തുടക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ മോപ്പ് ക്ലീനാക്കാൻ ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും. കാരണം ഫുള്ള് വൃത്തികേടായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇശമോളും കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ഒരു സാധനം തിന്നുന്നുണ്ടെങ്കിൽ പകുതി 3/4 ഭാഗം നിലത്തേക്കും. ഇവളാണെങ്കിൽ ദേഷ്യം പിടിച്ചാൽ മൊത്തം എറിയാൻ കേട്ടോ ചെയ്യുക. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് എല്ലാം ഫുള്ള് തുപ്പിക്കളയാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ മൊത്തത്തിലൊന്ന് തേച്ച് കഴുകി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കിച്ചണ് മാത്രം തുടക്കാമെന്നേനു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ പോയിട്ടാകുമ്പം തിരിച്ച് വന്നിട്ടാകുമ്പോൾ എന്തായാലും ശരിക്ക് തുടക്കേണ്ടി വരും, കാരണം പൊടിമണ്ണെല്ലാം ഉണ്ടാകും. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ടൈം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ മനസ്സോർക്കുന്നില്ല. ഞാൻ വിചാരിച്ചെന്നാൽ ജസ്റ്റ് ഒരു വലിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. കിച്ചണ് ഡീപ്പായിട്ട് തുടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നാട്ടിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കലാണ് കേട്ടോ. നാളെ രാത്രിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ എല്ലാവരെയും ഇസ്തിരി ഇട്ട് സെറ്റാക്കിയിട്ട് അൽമാരയിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ലല്ലോ. നാളെ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ പോകുന്ന ദിവസം. ഇതിപ്പോൾ ഇവിടുന്ന് പോകുമ്പം ഫുള്ള് ക്ലീനാക്കിയിട്ട് പോയി കഴിഞ്ഞാലും നാട്ടിലെത്തിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ, അതും ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കേണ്ടി വരും മിക്കവാറും. മാസത്തിൽ ഒരാൾ വന്നിട്ട് ക്ലീൻ ആക്കലുണ്ട്. പക്ഷെ എങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാലും നമുക്കും ഉണ്ടാവുമല്ലോ കുറച്ച് ക്ലീനിങ്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ഡ്യൂട്ടി എനിക്ക് ഈ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നേരെ ഡയറക്റ്റ് എൻ്റെ പുറക്കേക്ക് പോയി കഴിഞ്ഞ് കടന്നുറങ്ങും. 2 ദിവസം വരെ പണിയെടുക്കില്ല, ഫുള്ള് ഉമ്മ തന്നെ. ഇതിപ്പം പോയി കഴിഞ്ഞാൽ ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല, ഉമ്മ ഉണ്ടാവും. പക്ഷെങ്കിൽ മൊത്തത്തിൽ ക്ലീൻ ആക്കേണ്ടി വരും. അങ്ങനെ ഞാൻ എല്ലാവരെയും ഇസ്തിരി ഇട്ട് ആങ്കർമൽ കൊളുത്തിയിട്ട് എല്ലാം മുഞ്ചിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷോക്സും ഇതും എല്ലാം എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ പോകുമ്പോൾ ഒന്നിനും പരതാൻ ഒരു ഇത് കൊടുക്കരുത്. പക്ഷെ എങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഷയാനും ജെറിക്കും എന്തെങ്കിലും പരതി എടുക്കാനുണ്ടാവും. അവരെ ഒരു കാര്യം അങ്ങനെയാണ് കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മാറാൻ പോകുന്നില്ല. ഓരോരാൾ ഓരോരോ ടൈപ്പായിരിക്കുമല്ലോ. ഇത് ഞാൻ വാങ്ങിച്ചൊരു ഇതാണ് കേട്ടോ. എനിക്ക് റിങ്ങെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ബാഗും എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. സമയം ഇതാ 3:15 കേട്ടോ. അപ്പോൾ അസറും സ്കാരെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആരും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, ജെറിയില്ലാത്തതുകൊണ്ട് പിന്നെ ഫുഡ് എന്നേരം തന്നെ കഴിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ടേക്കാന്ന് വിചാരിച്ച്. പിന്നെ ദമ്മിൽ വെച്ചിട്ട് പിന്നെയും കുറച്ച് സമയം തുറക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ബിരിയാണി. അപ്പോൾ ഞാൻ കുറച്ച് സമയം അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ജെറിനെ വിളിച്ചു നോക്കി വരുമോ. അപ്പം പറഞ്ഞില്ല, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കലാണ് കേട്ടോ. നല്ല അടിപൊളി മട്ടൻ ദം ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ടായിട്ടുണ്ടേനും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്താ പണി? വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഇടുക, ഇതൊക്കെ തന്നെയാണല്ലോ. പിന്നെ വാട്സപ്പിൽ ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഒന്നും ഇടില്ല കേട്ടോ. ഇൻസ്റ്റയിൽ പിന്നെ എല്ലാം ഇടുന്നുണ്ടല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എല്ലാ കാര്യമൊന്നും എല്ലാം ഫുള്ള് പബ്ലിക്കായിട്ട് ഷെയർ ആക്കലൊന്നുമില്ല കേട്ടോ.
ഞാൻ ഇവിടുന്ന് എനിക്ക് ഷെയർ ആക്കണമെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ഞാൻ ഷെയർ ആക്കുള്ളൂ. ഫുള്ളായിട്ട് അങ്ങനെ പബ്ലിക്കാക്കിയിട്ട് ഇടലൊന്നുമില്ല. ഇടയ്ക്ക് ഞാനൊരു ഗ്യാപ്പ് എടുക്കും, ഒന്നും ഫോണൊന്നും യൂസ് ആക്കാണ്ട്. എനിക്ക് അങ്ങനെയും നിൽക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഫോണ് എന്താ പറയുക, ഇൻസ്റ്റഗ്രാമെല്ലാം ഡിലീറ്റ് ആക്കിയിട്ടെല്ലാം നിൽക്കലെല്ലാം ഉണ്ട്. എല്ലാം ഒരു ഇതാണ്. അന്നേരം നമുക്ക് കുറേ ടൈം ഉണ്ടാവും. ഈ വാട്സപ്പ് ഇപ്പം അങ്ങനെ യൂസ് ആക്കൽ കുറവാണ്. ഇൻസ്റ്റയിൽ റീലാറ്റ് ഓണാക്കി പോയെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം. രാവിലെ തന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയി കാര്യം, അന്നത്തെ ദിവസം പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ രാത്രിക്ക് കിടക്കാൻ നോക്കുമ്പോൾ റീലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് നോക്കി പോയിനെങ്കിലല്ലോ പിന്നെ പറയണ്ട, പിന്നെ ടൈം പോകുന്നതേ അറിയില്ല. അതുകൊണ്ട് പരമാവധി ഞാൻ ഫോൺ നോക്കൽ കൺട്രോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടൈമുണ്ട്, നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ടൈമുണ്ട്, നല്ല ടൈമുണ്ട്. അപ്പം അങ്ങനെയല്ലാന്ന് കേട്ടോ കാര്യങ്ങൾ. ഇനി ഇതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വെക്കലാണ്. നല്ല ആപ്പിൾ ജ്യൂസ് ഉണ്ട്, അൽമറായിൻ്റെ. ഇതെല്ലാം മിസ് ചെയ്യും കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ് അൽമറായിൻ്റെയും പിന്നെ മാംഗോ ജ്യൂസും പിന്നെ ഈ ആപ്പിൾ ജ്യൂസും. പിന്നെ ആ കച്ചമ്പറിയും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം. ഈശമോക്ക് ഫുഡ് കൊടുക്കൽ ഇപ്പം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ആദ്യമൊന്നും ഞാൻ ഫോണ് കൊടുക്കാണ്ടേനു കേട്ടോ ഫുഡെല്ലാം കൊടുക്കൽ. ഇപ്പോൾ ഫോൺ കൊടുക്കാണ്ട് രക്ഷയില്ല. അത് കൊടുത്തു കഴിഞ്ഞാലേ തിന്നുന്നുള്ളൂ. അത് കൊടുത്താൽ കുറച്ചെങ്കിൽ തിന്നോളും. നമുക്കിപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ഇതായിരിക്കുമല്ലോ, അല്ല ഇതെന്തോളി കഴിക്കാത്ത, ഫോൺ കൊടുത്താൽ കുറച്ചെങ്കിൽ തിന്നു. അങ്ങനെയാണ്, നമ്മൾ എങ്ങനെ കൊടുക്കൂല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കൊടുത്തു പോവും. അങ്ങനെ തന്നെയാണ് കേട്ടോ. ഷയാനെ പരമാവധി കൺട്രോളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടുള്ളത്. കൈ വിട്ടാൽ പിടി വിട്ട്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഇതാ നമ്മളെ ഈ ഡൈനിങ് റൂം നോക്കിയ റബ്ബ് ഇതെങ്ങനെ ഞാൻ ഒരുക്കി എടുക്കാനാണ്. മൊത്തം പർദ്ദയായിട്ടാണ് കേട്ടുള്ളത്. മൊത്തത്തിൽ ഫുള്ള് വലിച്ച് വാരി ഇട്ടിട്ടാണ് കേട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിൽ ക്ലീനും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് വലിച്ച് വാരി ഇട്ടിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു 2-3 പർദ്ദ എൻ്റെ അടുത്തുനിന്ന് മറന്നുപോയ 2-3 ഓർഡേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ തന്നെ രാത്രി പോയി വാങ്ങിയിട്ട് വന്നിട്ട് അതൊന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കലാണ്. പിന്നെ പർദ്ദ തന്നെ ഉള്ളൂ കേട്ടോ. മെയിനായിട്ട് ഇപ്രാവശ്യം അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്നില്ല. എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, കുറേ സാധനങ്ങളെല്ലാം വാങ്ങി കൂട്ടിയിട്ട് എനക്കെന്നെ തിരിയൂല ഞാൻ എന്താ വാങ്ങിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ആവശ്യമുള്ളത് മാത്രം എഴുതിയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ട് ആവശ്യമുള്ള സാധനം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല നട്ട കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദായിഷമോളെ ഉറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഉറക്കും കേട്ടോ, എങ്ങനെയെങ്കിലും. കാരണം രാത്രി നല്ലോണം ലേറ്റായിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലാണ് കേട്ടോ അവൾ ഉറങ്ങുക. അതുകൊണ്ട് തന്നെ ഉച്ചക്ക് കുറച്ച് സമയം ഉറക്കും. പിന്നെ ഓൾ ഉറക്കി ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. രാവിലെ എണീക്കും പിടിച്ച ഉറക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാനും കുറച്ച് സമയം ഫോൺ കൊണ്ടെല്ലാം കളിച്ച് കുറച്ച് എന്താ പറയുക പിന്നെ നാട്ടിലെല്ലാം കോളാക്കിയിട്ട് ഒരു 6:15 വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫസ്നാൻ്റെ അടുത്തുനിന്ന് വരുമ്പോൾ ഓളുടെ അടുത്തുനിന്ന് ഞാൻ 3-4 പാക്കറ്റ് കോഫി എടുത്തിട്ടുണ്ടായിന്. ഈ ഒരു പാത്രം കണ്ട, ഇത് നമ്മൾ 2015 അതായത് ഞാൻ ആദ്യമായിട്ട് സൗദിയിൽ വന്ന സമയത്ത് വാങ്ങിച്ചൊരു അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ, ചായച്ചെമ്പ്. അത് ഞാൻ ഫുള്ള് തേച്ച് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, നാട്ടിൽ പോകാനായല്ലോ. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു കളറിലൊന്നും അല്ല കേട്ടോ ഉണ്ടാവുക, ഫുള്ള് കരി പിടിച്ചിട്ടില്ലാന്നുണ്ടാവുക. കരിയല്ല, ഒരു ബ്രൗൺ കളറായിട്ട്. അപ്പോൾ ഞാൻ ഫുള്ള് തേച്ച് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. 2015 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8 വർഷമെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. മാഷാഅല്ലാ നല്ല പാത്രമാണ്, അലൂമിനിയത്തിൻ്റെ ഒരു നല്ല ക്വാളിറ്റി പാത്രമാണ് കേട്ടോ. കഴുകുന്നതിന് നിറം വരികയാണ് കേട്ടോ ചെയ്യാം. ഇതാണ് കേട്ടോ ഞാൻ ഫസ്നാൻ്റെ അടുത്ത് നിന്ന് എടുത്ത ഒരു കോഫി. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് എനിക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, എല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചോന്ന്. കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് രാത്രിക്കത്തെ 7:30-8 മണിക്കാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ രാത്രി എന്തായാലും ഫുഡൊന്നും വേണ്ടി വരില്ല, എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെയെല്ലാം കഴിക്കലായിരിക്കും മിക്കവാറും.
അപ്പോൾ അവരെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് അവർ പോയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്കുള്ള പണി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചണ് മൊത്തം ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് വെക്കലാണ്. കാരണം ഇനി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക, ഫുള്ള് വലിച്ചു വാരി ഇട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു കിച്ചൺ ടൂർ പോലെ ആക്കിയിട്ട് ഇങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിന് തോന്നട്ടാ, കാണിച്ചിട്ടുണ്ടായിന്. പിന്നെ കൂടുതൽ പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ അത്യാവശ്യം യൂസാക്കുന്ന പാത്രം മാത്രമേ ഉള്ളൂ. ഈ കൂടുതൽ പാത്രം ഉണ്ടായി കഴിഞ്ഞാൽ പാത്രം കഴുകാനും പണിയായിരിക്കും, പിന്നെ ഒന്നും തിരിയുകയും ചെയ്യില്ല, അങ്ങനെയല്ലാന്ന്. ഇതിപ്പോൾ ഞാൻ ഡെയിലി യൂസാക്കുന്ന സ്പൂണ് പിന്നെ കാര്യങ്ങളെല്ലാം ആണ്. ഇത് ഞാൻ യൂസാക്കലൊന്നുമില്ല കേട്ടോ. രണ്ടാമത്തെ കബോർഡിലുള്ളത്. മൂന്നാമത്തേൽ അത്യാവശ്യമുള്ള മറ്റേ എന്താ പറയുക അരിപ്പയോ അങ്ങനത്തെ എല്ലാം ആണ്. ഇത്ര പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ യൂസാക്കുന്നത്. ഡെയിലി യൂസാക്കുന്ന പാത്രം ഇത് മാത്രമേ ഉള്ളൂ. ഇതന്നെ അത്യാവശ്യമുള്ളത് മാത്രമാണ് കേട്ടോ. ഇതന്നെ എന്താ പറയുക ഫുള്ളൊന്നും ഞാൻ അധികം യൂസാക്കലില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ്. കിച്ചണിൻ്റെ വീഡിയോസിൽ എടുത്ത് കഴിഞ്ഞേരം ജെറി വന്നിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് ഇടേണ്ട പർദ്ദ ഞാൻ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അതെടുക്കാൻ പോകണം. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നല്ല മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോകുന്ന വ്ളോഗ് എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എടുക്കണമല്ലോ. അപ്പോൾ എപ്പോൾ അപ്ലോഡ് ആക്കാമെന്നും പറയാൻ പറ്റൂല. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടാവും. നാട്ടിലെത്തിയിട്ടാണ് കേട്ടോ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താ പറയുക നാട്ടിലെത്തിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ പർദ്ദൻ്റെ ഓർഡേഴ്സ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബയാസ് ഉണ്ട്, ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഏതെല്ലാം പർദ്ദയുള്ളതെന്നെല്ലാം അപ്ഡേഷൻ അതിൽ അറിയിക്കും. ഞാൻ സ്റ്റാറ്റസ് ആക്കി ഇടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. പിന്നെ ഫ്രിഡ്ജ് ടൂറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.